1998 ജൂലൈ 12 ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു അത്. ഒരു വശത്ത് റൊണാൾഡോ നസാരിയോ നയിക്കുന്ന ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ, മറുവശത്ത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ആദ്യ ലോക കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ ഫ്രാൻസ്. ലോകം മുഴുവൻ ബ്രസീലിന്റെ വിജയത്തിനായി കാത്തിരുന്ന ആ രാത്രിയെ ഒരാൾ ഒറ്റയ്ക്ക് മാറ്റിമറിച്ചു. അയാളുടെ പേര് സിനദിൻ യാസിദ് സിദാൻ, ലോകം കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ജനറൽമാരിൽ പ്രമുഖൻ. മത്സരത്തിന്റെ 27-ാം മിനിറ്റ് ഫ്രാൻസിന് അനുകൂലമായി ഒരു കോർണർ കിക്ക് ലഭിക്കുന്നു. ഇമാനുവൽ പെറ്റിറ്റ് എടുത്ത ആ കിക്ക് ബോക്സിലേക്ക് ഉയർന്നു പൊങ്ങി. ബ്രസീലിയൻ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ ക്ലോഡിയോ ടഫറേലിനെയും അമ്പരപ്പിച്ചുകൊണ്ട് സിദാൻ വായുവിൽ ഉയർന്നു ചാടി. ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ പന്ത് വലയിലേക്ക്. സ്റ്റേഡിയം ഒന്നടങ്കം ഇളകി മറിഞ്ഞു. ഫ്രാൻസ് ഒരു ഗോളിന് മുന്നിൽ. ബ്രസീൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഫ്രാൻസ് വീണ്ടും വെടിപൊട്ടിച്ചു. വീണ്ടും ഒരു കോർണർ കിക്ക്. യൂറി യോർക്കീഫ് എടുത്ത കിക്ക് കൃത്യമായ പൊസിഷനിൽ നിന്ന സിദാനിലേക്ക്. ബ്രസീൽ ഡിഫൻഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ വീണ്ടും ഒരു പവർഫുൾ ഹെഡർ. വടക്കൻ ഫ്രാൻസിലെ ആ സ്റ്റേഡിയം അപ്പോൾ പൊട്ടിത്തെറിച്ചു. ശരിക്കും ഒരൊറ്റ പകുതി കൊണ്ട് സിദാൻ ബ്രസീലിന്റെ സകല പ്രതീക്ഷകളെയും ചാമ്പലാക്കി. 91-ാം മിനിറ്റിൽ ഇമാനുവൽ പെറ്റിറ്റ് അവസാന ആണിയും അടിച്ചതോടെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്രസീലിനെ ലോക ജേതാക്കളുടെ പദവിയിൽ നിന്ന് വലിച്ചിട്ട് അവിടെ കയറിയിരുന്നു. സിദാൻ എപ്പോഴും വലിയ മത്സരങ്ങളുടെ രാജാവായിരുന്നു. കേവലം മത്സരങ്ങൾ ജയിക്കുക മാത്രമല്ല അയാൾ ചെയ്തത്, മറിച്ച് ഫുട്ബോളിനെ ഒരു കലാരൂപമായി പുനർനിർവചിക്കുകയായിരുന്നു. മൈതാനത്ത് കളി കാണാൻ വരുന്നവർക്ക് ഒരു മാന്ത്രിക അനുഭവം സമ്മാനിച്ച സിദാൻ ഫുട്ബോളിനെ തൻ്റേതായ ഒരു നൃത്തശാലയാക്കി മാറ്റി. കാൽപന്ത് കളി വെറും വേഗതയും ശാരീരിക ശക്തിയും മാത്രമല്ലെന്ന് അയാൾ തെളിയിച്ചു. പരുക്കൻ കളിരീതികൾക്കിടയിലും അതീവ ശാന്തനായി മനോഹരമായ ഒരു നൃത്തം പോലെയായിരുന്നു ചലനങ്ങൾ. പന്ത് സ്വീകരിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും അയാൾ കാണിച്ച ലാളിത്യം ഫുട്ബോളിലെ ക്ലാസിക് ശൈലിയുടെ പ്രതീകമായി മാറിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഫുട്ബോളിനെ നിർവചിച്ചവരിൽ പ്രധാനിയായ യോഹാൻ ക്രൈഫിന്റെ ടേൺ 70-കളിൽ ലോകത്തെ അമ്പരപ്പിച്ച കായിക വിപ്ലവമായിരുന്നു. ക്രൈഫ് ടേൺ എന്നറിയപ്പെട്ട മുന്നിലെ എതിരാളിയെ അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന വട്ടം ചുറ്റൽ ഡ്രിബിളിങ്ങിലൂടെ ഒരു പാസിന് ശ്രമിക്കുന്ന പോലെ എതിരാളിയെ തോന്നിപ്പിച്ച് പന്തിനെ കാലിൽ കുരുക്കി 180 ഡിഗ്രിയിൽ തിരിഞ്ഞ് വെട്ടിയൊഴിഞ്ഞു പോകുന്നതായിരുന്നു ക്രൈഫ് ടേൺ. എന്നാൽ സിദാൻ ആ ചുറ്റൽ 360 ഡിഗ്രിയിൽ പൂർത്തിയാക്കി. ലോകം അതിനെ സിദാൻ റൗലത്ത് എന്ന് വിളിച്ചു. എതിർ ഡിഫൻഡർമാർക്കിടയിൽ പെട്ടുപോകുമ്പോൾ ഒരൊറ്റ കറക്കത്തിലൂടെ പന്തിനെ മറുകാലിലേക്ക് മാറ്റി മുന്നോട്ട് കുതിക്കുന്ന ഈ ട്രിക്ക് കളിക്കളത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. വെറുമൊരു അഭ്യാസ പ്രകടനമായിരുന്നില്ല, മറിച്ച് പ്രതിരോധം തകർക്കാനുള്ള കൃത്യമായ ആയുധമായിരുന്നു അയാൾക്കത്. ഏറ്റവും സമ്മർദ്ദമുള്ള ലോകകപ്പ് പോലെയുള്ള വേദികളിലാണ് ഒരു താരം യഥാർത്ഥത്തിൽ നിർവചിക്കപ്പെടുന്നത്. സിദാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. 1998 ലോകകപ്പ് ഫൈനലിൽ ബ്രസീലിനെതിരെ പിറന്ന 2 തകർപ്പൻ ഹെഡറുകൾ അയാൾക്ക് ഇതിഹാസ പദവിയിൽ ഇരിപ്പിടമുറപ്പിച്ചതാണ്. 2002 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ഐതിഹാസിക വോളി ഗോൾ മറ്റൊരു ഉദാഹരണമാണ്. 2006 ലോകകപ്പിൽ ബ്രസീലിനെ ഒറ്റയ്ക്ക് തകർത്ത ക്വാർട്ടർ ഫൈനൽ പ്രകടനം മറ്റൊരു ഉദാഹരണമാണ്. മത്സരത്തിലെ ഏക ഗോളിലേക്ക് തിയറി ഹെൻറിക്ക് തളികയിലെന്ന വണ്ണം പന്ത് നൽകിയത് സിദാനായിരുന്നു. മത്സരത്തിലുടനീളം മധ്യനിരയിൽ അയാൾ ഒരു നർത്തകനെ പോലെ നിറഞ്ഞാടി. 2000 യൂറോ കപ്പിലെ അവിസ്മരണീയമായ പ്രകടനം സിദാനെ ടൂർണമെന്റിന്റെ താരമാക്കി. ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനെതിരായ നിർണായക ഗോൾ. മധ്യനിരയിൽ സിദാന്റെ മാസ്റ്റർ ക്ലാസ് കണ്ട സെമിയിൽ പോർച്ചുഗലിനെതിരെ ഗോളും പിറന്നു. ഫൈനലിൽ ഇറ്റലിക്കാർ ഒരുക്കിയ കത്രികപ്പോട്ടും മറികടന്ന് ജയിച്ച ഫ്രാൻസ് ലോകകപ്പും യൂറോയും അടുത്തടുത്ത് നേടിയ ആദ്യ രാജ്യമെന്ന ബഹുമതിയിലേക്കാണ് ഉയർന്നത്. ലോകകപ്പിലെ ആ 2 ഹെഡറുകളെ പോലെ ലോകം ഇന്നും ചർച്ച ചെയ്യുന്നതാണ് 2002 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ അതിപ്രശസ്തമായ വോളി. റയൽ മാഡ്രിഡിന് വേണ്ടി ബയർ ലെവർകൂസനെതിരെ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാല് കൊണ്ട് സിദാൻ തൊടുത്ത റോക്കറ്റ് ഷോട്ട് ഇന്നും ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളായി വിശ്വസിക്കപ്പെടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമും ഓരോ ഗോളടിച്ചു നിൽക്കുന്ന അവസരത്തിൽ 45-ാം മിനിറ്റിൽ റോബർട്ടോ കാർലോസ് ഇടത് വിങ്ങിലൂടെ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന്റെ അരികിലേക്ക് ഒരു ക്രോസ് നൽകി. ഉയരത്തിൽ വായുവിൽ തിരിഞ്ഞെത്തിയ പന്തിൽ ഒരു ഗോൾ സാധ്യത കുറവായിരുന്നു. ബോക്സിന് മുന്നിൽ പന്ത് താഴ്ന്നു വരാൻ സിദാൻ കാത്തുനിന്നു. പന്ത് നിലം തൊടും മുന്നേ ശരീരം വലങ്കാലിൽ കുത്തി ഇടങ്കാല് കൊണ്ടുള്ള പ്രഹരം. ലെവർകൂസൻ ഗോളി ഹാൻസ് ജോർഗ് ബട്ടിന് കണ്ടു നിൽക്കാൻ പോലും ആയില്ല.
ഒരു മികച്ച മിഡ്ഫീൽഡർ എങ്ങനെയായിരിക്കണമെന്നതിന് ലോകത്തിന് മുന്നിലുള്ള മാതൃകയാണ് സിനദിൻ സിദാൻ. കളിയുടെ വേഗത നിയന്ത്രിക്കാനുള്ള അപാരമായ കഴിവായിരുന്നു സിദാൻ്റേത്. എപ്പോൾ വേഗത്തിൽ കളിക്കണം, എപ്പോൾ കളി പതുക്കെയാക്കണമെന്ന് മൈതാന മധ്യത്ത് അയാളാണ് തീരുമാനിച്ചത്. പന്ത് സിദാൻ്റെ കാലിലെങ്കിൽ അത് പിടിച്ചെടുക്കൽ അസാധ്യമായിരുന്നു. ഫ്രാൻസിന് തൻ്റെ തലകൊണ്ട് ആദ്യ ലോക കിരീടം സമ്മാനിച്ച് പിന്നീട് അതേ തലകൊണ്ട് എതിരാളിയെ ഇടിച്ചിട്ട് ലോക ഫുട്ബോളിൻ്റെ വേദിയിൽ നിന്ന് പടിയിറങ്ങിപ്പോയൊരു മനുഷ്യൻ പിന്നെ പുനർജീവിച്ചത് പരിശീലകൻ എന്ന നിലയിലാണ്. കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, മാനേജർ എന്ന നിലയിലും സിദാൻ ഫുട്ബോളിനെ നിർവചിച്ചു. റയൽ മാഡ്രിഡിനെ തുടർച്ചയായി 3 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച ഏക പരിശീലകനാണ് സിനദിൻ സിദാൻ. കളിക്കാരുമായുള്ള മികച്ച ബന്ധവും തന്ത്രപരമായ ബുദ്ധിയും കൊണ്ട് പരിശീലന രംഗത്തും അയാൾ വിപ്ലവം സൃഷ്ടിച്ചു. 2006 ലോകകപ്പ് ഫൈനലിൽ ഇറ്റലിയുടെ മറ്റരാസിയെ തലകൊണ്ടിടിച്ചു വീഴ്ത്തി ചുവപ്പ് കാർഡ് വാങ്ങി സിദാൻ കളം വിട്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷമാണ്. അങ്ങനെ ഒരു മടക്കമല്ല ലോകം ആഗ്രഹിച്ചത്. അവിടെ മറ്റൊരു ലോകകപ്പാണ് ഫ്രാൻസിന് നഷ്ടമായത്. പിന്നെ ഒരു ലോക കിരീടത്തിനായി അവർക്ക് 2018 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഫുട്ബോളിലെ പല കാര്യങ്ങളും നിർവചിച്ച സിദാൻ്റെ കരിയറിലെ ആ വൈകാരിക നിമിഷം മറ്റൊരു നിർവചനം കൂടിയായിരുന്നു. ഫുട്ബോൾ വെറുമൊരു കളിയല്ലെന്നും മറിച്ച് മനുഷ്യ സഹജമായ വികാരങ്ങളുടെ പോരാട്ടം കൂടിയാണ് അതെന്നും.